ചെറുകുന്ന അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ അവിട്ടം നാൾ ഭക്തിസാന്ദ്രമായി നടന്നു. അവിട്ടം നാൾ അന്നപൂർണേശ്വരി ദേവിയുടെ പിറന്നാളായാണ് കൊണ്ടാടുന്നത്. അന്നദാനത്തിൽ നൂറുകണക്കിന് പേർ പങ്കെടുത്തു. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ അവിട്ടം നാൾ ഭക്തിസാന്ദ്രമായി ആചരിച്ചു. ക്ഷേത്ര പാരമ്പര്യമനുസരിച്ച് അതീവ പ്രാധാന്യമുള്ള ദിനമായ അവിട്ടം നാളിൽ പുലർച്ചെ മുതൽ പ്രത്യേക പൂജകളും അർച്ചനകളും ദീപാരാധനയും നടന്നു. അനുഗ്രഹം തേടി വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് ഭക്തർ ക്ഷേത്രത്തിലെത്തി. അന്നപൂർണേശ്വരി ദേവി അന്നത്തിന്റെ ദേവതയായതിനാൽ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നായ അന്നദാനം ദിനത്തിന്റെ മുഖ്യ ആകർഷണമായി. ദേവസ്വം അധികൃതരുടെയും സേവാസമിതി പ്രവർത്തകരുടെയും വിശ്വാസികളുടെയും സഹകരണത്തോടെയാണ് അന്നദാനം നടന്നത്. അമ്മയുടെ പിറന്നാളിന് ഭക്ഷണം അമ്മയെ വന്ന് തൊഴുത് വന്നിച്ച് അമ്മയുടെ പ്രസാദ സദ്യ കഴിച്ച് മടങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഈ നാടിൻ്റെ നാനാഭാഗത്തുമുള്ള ഭക്തജനങ്ങൾ ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ടാണ് ഏകദേശം ഒരു 4,000-5,000 ആൾക്കാർ ഇവിടെ പങ്കുചേരുന്നത്. മുൻകാലങ്ങളിൽ അവിട്ടം നക്ഷത്രം ആഘോഷിക്കാറുണ്ടെങ്കിൽ പോലും ഇത്രയും ഒരു ജനക്കൂട്ടം ഉണ്ടാവാറില്ല. ഈ ക്ഷേത്രത്തിൻ്റെ മഹാത്മ്യം നമ്മുടെ സംസ്ഥാനത്തുള്ള മറ്റ് ജില്ലകളിലും ഒക്കെ ഫേസ്ബുക്കുകളിൽ കൂടിയും അല്ലാതെയും കൂടെ പരന്നതോടുകൂടി ഭക്തജനങ്ങളുടെ ഒരു പ്രവാഹം തന്നെ ഇവിടെ ഇപ്പോൾ ചെറുകുന്ന് അമ്പലത്തിൽ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുക. അവിട്ടം നാളിൽ ക്ഷേത്രത്തിൽ വലിയ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.